നമസ്കാരം. വിശാഖ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വ്യവസ്ഥകൾക്ക് അതീതമായി പ്രവർത്തിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുമെങ്കിലും പലപ്പോഴും ഔദ്യോഗികമായിട്ടുള്ള ചുമതലകൾ വർദ്ധിക്കും. അവധി ദിനങ്ങളിലും ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. കുടുംബാംഗങ്ങൾ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവലംബിക്കാൻ സാധിക്കാത്തത് വഴി കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം കുറയും. നിശ്ചയിച്ച കാര്യങ്ങളൊക്കെ വ്യതിചലനം വന്നു ചേരും. വാഗ്വാദങ്ങളിൽ നിന്നും യുക്തിപൂർവ്വം പിന്മാറുന്നത് നന്നായിരിക്കും. നിസ്സാര കാര്യങ്ങൾക്ക് പോലും അഹോരാത്രം പ്രവർത്തനം വേണ്ടിവരും. ഏതൊരു കാര്യവും മാനസികമായിട്ടുള്ള വിഭ്രാന്തിയെ ഉണ്ടാകുന്ന വിധത്തിലുള്ള സമീപനം എല്ലാ മേഖലകളിൽ നിന്നും വന്നു ചേരുന്നത് വഴി പൊതുവെ മാനസികമായിട്ടുള്ള സമ്മർദ്ദം വർദ്ധിക്കുവാനിടയുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഈശ്വര പ്രാർത്ഥനകളോടുകൂടി ഏതൊരു കാര്യത്തെയും സമീപിക്കേണ്ടതാണ്. നിശ്ചയിച്ച കാര്യങ്ങളൊക്കെ എല്ലാം വ്യതിചലനം വന്നു ചേരും. അന്യനാട്ടിലോ വിദേശത്തോ വസിക്കുന്നവർക്ക് മേലധികാരിയുടെ പൂർണ്ണ തൃപ്തിയില്ലാതെ അവധിയെടുത്ത് ജന്മനാട്ടിൽ വന്നു ചേരുന്നത് ഉദ്യോഗം നഷ്ടപ്പെടുവാനുള്ള സാധ്യതകളെ സൂചിപ്പിക്കുന്നുണ്ട്. പൊതുവെ ഒരു വർഷത്തേക്ക് ഒരു പരിധിയിലധികം പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും സ്വന്തം ഉത്തരവാദിത്വങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതും അബദ്ധമായി തീരും. സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറി ഒരു വർഷത്തേക്ക് കൂടി നഷ്ടസാധ്യതകളെ വിലയിരുത്തി ഒരു പക്ഷേ വ്യാപാര വ്യവസായ മേഖലകളിൽ ഉപേക്ഷിച്ച് വിൽപ്പന ചെയ്ത് ഉദ്യോഗം സ്വീകരിക്കുന്നത് നന്നായിരിക്കും. ലഭിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം സ്വീകരിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനിടയുണ്ട്. സാഹചര്യങ്ങൾക്കനുസരിച്ച് നിവൃത്തികേട് കൊണ്ട് വേണ്ടപ്പെട്ടവർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവലംബിക്കുന്നതും ലഭിച്ച ജോലി സ്വീകരിക്കുന്നതും ഒരു വർഷത്തേക്ക് ഗുണകരമായി തീരുവാനിടയുണ്ട്. തന്മൂലം എല്ലാ പ്രകാരത്തിലും വളരെ ആത്മനിയന്ത്രണത്തോടു കൂടിയതായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്നത് ഗുണകരമായി തീരും. ഈശ്വര പ്രാർത്ഥനകളോടുകൂടി മേലധികാരി നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവലംബിക്കുന്നതും അനുസരിക്കുന്നതും ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനും വിശാഖ നക്ഷത്രക്കാർക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ യോഗമുണ്ട്. നമസ്കാരം.